ഹാദറാവാൻ തന്നെ ഹാദറാവാൻ തന്നെ നമ്മുടെ ഉള്ളിൽ ശൈത്താനാണ്ട് വരും. എന്നിട്ട് നമ്മളല്ലാത്ത ഒരാളായിട്ട് നമ്മളാണ് മാറും. ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള ഏതൊരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ നമുക്ക് പരിചയം ഇല്ലാത്തൊരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ മരിച്ചുപോയാളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ ജീവിച്ചിരിപ്പുള്ള വിദേശത്തുള്ള ഒരാളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോ വേറെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഹാവഭാവങ്ങളിലായിരിക്കും. അപ്പൊ ഇങ്ങനെ രണ്ടു തരത്തിൽ, ഒന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മെ മറ്റൊരു വ്യക്തിത്വമാക്കി മാറ്റുക. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നടന്മാർ, നാടക നടന്മാര്, അഭിനയിക്കുന്ന ആൾക്കാർ. അഭിനയം ഹറാമാണ്. ഇസ്ലാമിൽ ഒരാൾ വേറൊരാളായിട്ട് നിന്നിട്ട് അഭിനയിക്കാൻ പാടില്ല, ശരിയല്ല. അതെവിടെയാണെങ്കിലും ശരിയല്ല. അതിന്റെ കാരണം എന്താണ്? അപ്പൊ ഞാനല്ല, ഞാൻ വ്യക്തിയാണ്. ഒരു പ്രത്യേക കഥാപാത്രമായി ഞാൻ അഭിനയിക്കുമ്പോൾ അയാളുടെ സ്വഭാവം, അയാളുടെ രീതി, അയാളുടെ വികാരം, അയാളുടെ ശൈലി, നമ്മൾ ആൾ തന്നെ മാറിയില്ലേ? പുറത്തു വന്ന് കണ്ട് പരിചയപ്പെടുന്ന നേരത്തെ നിങ്ങളാണോ സ്റ്റേജുമേലുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു. ആ രൂപത്തിൽ സത്യത്തിൽ ഒരാൾ രണ്ടാമതൊരു ഭാവം സ്വീകരിക്കുന്ന ഇസ്ലാം അനുവദിച്ചിട്ടില്ല. നമ്മൾ അത് അത്രത്തോളം ഉണ്ടോന്ന് ഇപ്പൊ തന്നെ ചിന്തിച്ചു തുടങ്ങും. നിങ്ങൾ തുടക്കത്തിൽ തന്നെ അങ്ങനെ ചിന്തിക്കരുത്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഒരു രണ്ടാം കക്ഷിയായി മാറലാണ് ഹാദറാവുക എന്ന് പറഞ്ഞാൽ. ഇതിൽ ആദ്യത്തെ വിഷയം പറഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ രണ്ടാമത്തെ വിഷയം ഞാൻ പറയുള്ളൂ. ആദ്യം ഹമസാത്താണ്, അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നമുക്ക് പഠിക്കേണ്ടത്. രണ്ട് ഹാദറാകലാണ്, അത് രണ്ടും നമുക്ക്. പിന്നെ മൂന്നാമതൊരു വിഷയം കൂടി വെച്ചിട്ടുണ്ട്, സിഹിർ. അതിന്റെ അടിസ്ഥാന വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ പറയാൻ ശ്രമിക്കാം. ഇത് വിശദീകരിച്ചാൽ അത് വിശദീകരിക്കാൻ നേരം ഉണ്ടാവില്ല, അത് വിശദീകരിച്ചാൽ ഇത് വിശദീകരിക്കാൻ നേരം ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് വൈകാതെ നമുക്ക് ഇതിന്റെ അടുത്ത ഒരു ദിവസം കൂടി വരാം എന്നുള്ള ഒരു വാക്ക് തരാൻ മാത്രമേ ഇപ്പൊ എനിക്ക് സാധിക്കൂ. ശൈത്താനെ പറ്റി മാത്രമല്ല, ജിന്നിനെ പറ്റി മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം. ആദ്യം ഞാൻ ഹമസാത്തും ഹാദറാവുന്നതും പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്താണ്? ശൈത്താനെ പറ്റി പറയാനുള്ള, ജിന്നിനെ പറ്റി പറയാനുള്ള രണ്ടാമത്തെ കാര്യം എന്താണ്? അവർ നമ്മളെ കാണും, നമ്മൾ അവരെ കാണൂല. അതന്നെ. അവരാൾ ഞാൻ ജിന്നിനെ കണ്ടു എന്നാണ് വിശ്വസിക്കരുത്. കാണൂല, അവർ നമ്മളെ കാണും. പിന്നെ ജിന്നിനെ കാണും, കണ്ടു എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ഹദീസുകൾ വരണ്ട്. അത് ജിന്നിന്റെ രൂപത്തിൽ ഏതായാലും കാണൂല, ജിന്നിന് രൂപഭേദം വരും, അപ്പൊ കാണും. അതെങ്ങനെയൊക്കെ രൂപഭേദം വരും? ഇൻഷാ അല്ലാഹ് ചർച്ചയുടെ തുടർച്ചയിൽ അത് വരും. ജിന്നിനെ ജിന്നിന്റേതായ രൂപത്തിൽ കാണാൻ മനുഷ്യന് സാധ്യമല്ല. ചിലപ്പം വികൃതമായ ചില കൊമ്പൊക്കെ വെച്ച് ഒരു വാലൊക്കെ പിറകിൽ ഫിറ്റ് ചെയ്ത് പ്രത്യേകമായ ചില രൂപത്തിൽ പത്രങ്ങളിൽ വരെ ഫോട്ടോ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ജിന്നിന്റെ ഫോട്ടോ, ജിന്നെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും ജിന്നിന് ഈ പറഞ്ഞൊക്കെ ഉണ്ട്, കൊമ്പുണ്ട്, രൂപങ്ങളിലൊക്കെ ഹദീസുകളിൽ വന്ന കാര്യം തന്നെയാണ്, നമ്മൾ നിഷേധിക്കേണ്ടതില്ല. പക്ഷെ അതേ ജിന്നിന്റെ അതേ രീതിയിൽ ഒരിക്കലും ജിന്നിനെ കാണാൻ വല്ല ഖുർആനിൽ വന്ന കാര്യമാണ്. അപ്പൊ അതിനെതിരെ നടക്കൂല. ഇതിന്റെ മൂന്നാമത്തെ ഭാഗം പറയുമ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. എല്ലാ ജിന്നും ശൈത്താനാണെന്നാരും വിചാരിക്കരുത്. പക്ഷെ എല്ലാ ശൈത്താനും ജിന്നാണ്. ജിന്നുടെ കൂട്ടത്തിൽ നല്ലത് ഇഷ്ടം പോലെ ഉണ്ട്. എത്ര ചീത്തണ്ടോ അത്ര തന്നെ നല്ലതുണ്ട്. ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും. പിന്നെ സുബൈക്ക് നമ്മൾ കിടന്നുറങ്ങൂല, അവർ വിളിച്ചുണർത്തിക്കോളും. അതിനെന്താ വഴി? അതിന് വഴി ഉണ്ടായി ഇൻഷാ അല്ലാഹ് പറയാൻ പോവാണ്. അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിന്റെ സപ്പോർട്ട് വേണം. മനസ്സിലായില്ലേ? എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ റോട്ടിലൂടെ നടക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായിട്ടൊരു അപകടം വന്ന ആ അപകടത്തിൽ നിന്ന് പോലും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. ഇപ്പൊ റോഡിന്റെ അരികിലൂടെ നടക്കുന്ന ഒരു വാഹനം കൊണ്ട് വന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളാരോ തള്ളിയും തോന്നി. ആരുമല്ല, നിങ്ങളെ സുഹൃത്താണ്. സംഭവിക്കാം, നിങ്ങളാണ് മാറും. എത്ര സംഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ ഒഴിഞ്ഞു, നമ്മൾ വിചാരിക്കും ഞാൻ എങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു, ഒട്ടും ഞാൻ അവിടുന്ന് വണ്ടി ഒന്നും ശ്രദ്ധിച്ചില്ല, പക്ഷെ ഞാൻ ഒഴിഞ്ഞാണ്ട് പോയി എന്ന് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പലരും പറയാറുണ്ട്. അതിന്റെ പിറകിൽ നമ്മളെ സഹായിക്കാൻ അപ്പൊ ജിന്നു വർഗത്തിൽ സഹായികൾ ഉണ്ടാവും. അതെല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല, നമ്മൾക്ക് ഉണ്ട് എന്നുള്ള ഇവരെ അറിഞ്ഞോളൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പം ആ രൂപത്തിൽ അത്തരം ജിന്നുകളെ സഹായികളായി കിട്ടാൻ സാധിക്കും. സത്യവിശ്വാസിയാവുന്ന ഒരു ക്വാളിഫിക്കേഷനെ വേണ്ടു, ഒരുപാട് യോഗ്യതകളൊന്നും വേണ്ട അത്തരം ഒരാളെ സഹായിയായിട്ട് കിട്ടാൻ. നല്ല തഖ്വയോടുകൂടി ഈമാനോടുകൂടി ജീവിക്കാനുള്ള അവസരം ഉണ്ടായാൽ മതി. ജിന്നിന് അവയവങ്ങളൊക്കെ ഉണ്ട്. അതെങ്ങനെയെന്ന് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. മനുഷ്യന്റെ അതേപോലെ തന്നെയാണ് വലുപ്പം നമ്മൾ ചോദിക്കരുത്. കാരണം പ്രകൃതി നമുക്കറിയാത്തതുകൊണ്ടാണ്, നമുക്കത് അറിയാനുള്ള ഏർപ്പാടാക്കിയിട്ടില്ല. പക്ഷെ അതെല്ലാം ഉണ്ട്, കാണുന്നു, കേൾക്കുന്നു, ചിന്തിക്കുന്നു, ഇങ്ങനെയുള്ള അവസ്ഥകൾ. അപ്പം ഈ മനുഷ്യന്മാർക്ക് ഇല്ലാത്തൊരു സംഗതി കന്നുകാലികൾക്കുള്ളതുപോലെ അത് ജിന്നിനാവുമ്പോ എങ്ങനെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് മാത്രം. കൊമ്പുകളും കൂടി അധികമുണ്ട് ആർക്ക്? അതാണ് ഈ ശൈത്താന്റെ ചിത്രമൊക്കെ വരയ്ക്കുന്നവർ ഒരു കൊമ്പും കൂടി കൂട്ടി വരയ്ക്കുന്ന നമ്മൾ കാണുന്ന പലയിടത്തും. അതങ്ങനെ പണ്ടേ കേട്ടു പോകുന്നതിന്റെ പേരിൽ കൊമ്പുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് നമുക്ക് ഇവിടെ പരിചയമുള്ള കൊമ്പുമായിട്ട് എന്ത് ചെയ്യാൻ നിൽക്കണ്ട, പിന്നെ ബന്ധപ്പെടുത്താൻ നിൽക്കണ്ട. അടുത്തത് ശബ്ദമുണ്ട്. ആ ശബ്ദത്തിന്റെ ശൈലി എല്ലാവർക്കും ഉണ്ടല്ലോ. ശബ്ദം നമ്മൾ കേൾക്കുന്നതും കേൾക്കാത്തതായ ശബ്ദം ഉണ്ടല്ലോ. ഇവിടെ എത്ര ജീവജാലങ്ങൾ പരസ്പരം തങ്ങളെ ഇണകളോടും മറ്റു വസ്തുക്കളോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടേതായ രീതിയിൽ നമ്മൾ കേൾക്കുന്നില്ല എന്നല്ലല്ലോ. അതേപോലെ
ആശയം കൈമാറാൻ പറ്റിയ പ്രത്യേകമായ ശബ്ദമുണ്ട്. നിന്റെ മുഴുവൻ ശബ്ദമെടുത്ത് നീ അവരെ ഇളക്കി വിട്ടോളൂ, എന്നാലും ഇബാദസാലിഹ്യങ്ങൾ നിനക്ക് കിട്ടൂല എന്ന് ഖുർആൻ പറഞ്ഞല്ലേ. വസ്തഫ്സിസ് മനിസ്തതഅത മിൻഹും ബിസൗതിക്, അവരിൽ നിന്നെ കൊണ്ട് കഴിയുന്നത് പോലെ നിന്റെ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് നീ അവരെ ഇളക്കി വിട്ടോളൂ എന്ന് പിശാചിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഷെയ്ത്താന് നാവുണ്ട്. ഇനി നമ്മൾ വിശദമായിട്ട് നോക്കിയാൽ ഷെയ്ത്താൻ ഭക്ഷണം കഴിക്കാറുണ്ട്, തുടക്കമുണ്ട്, സൃഷ്ടിപ്പുണ്ടല്ലോ അല്ലെ. അതേപോലെ തന്നെ കുടിക്കാറുണ്ട്, ചിരിക്കാറുണ്ട്. ഇതൊക്കെ ഹദീസുകളിൽ വന്നാണ്. സമയമുണ്ട് നമുക്ക് അതിനനുസരിച്ച് പ്രധാനപ്പെട്ട ചില വിഷയങ്ങളൊക്കെ പറയാം. ഒക്കെ ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങളാണ്. മരണമുണ്ട്. ഇപ്പൊ ഷെയ്ത്താൻ തന്നെ പറഞ്ഞില്ലേ, എന്റെ ആയുസ് നീട്ടിത്തരണം. കാല അൻദിർനി ഇലാ യൗമി യുബാസൂൻ, ഉയർത്തെഴുന്നേൽപ്പ് തരാൻ എന്റെ ആയുസ് നീട്ടിത്തരണം. അത് ഷെയ്ത്താന് മാത്രമല്ല, എല്ലാ ജിന്നുകൾക്കും ഉണ്ടാവില്ല. ജിന്നുകളെ വയസ്സ് ചിലപ്പോൾ 100 ആവാം, 200 ആവാം, 1000 ആവാം. കഴിഞ്ഞ നൂറ്റാണ്ടിലുള്ളവരെ വർത്താനൊക്കെ ചിലപ്പോൾ ഈ നൂറ്റാണ്ടിലുള്ളവർ പറയും. വല്യാപ്പാന്റെത് മകൻ പറയും. അതേപോലെ നമുക്ക് വല്യാപ്പാനെ കണ്ട് പരിചയമുള്ളവർക്കറിയാം, മകൻ ചിലപ്പോൾ വല്യാപ്പാനെ കണ്ടിട്ടുണ്ടാവില്ല. എന്താ കാര്യം? വല്യാപ്പാനെ പരിചയമുള്ള ഒരു ജിന്ന് ഇവിടെ ഇടപെടുന്നതാണ്. മനസ്സിലായില്ലേ? നമ്മളത് റൂഹ് കൂടി മരിച്ചു അയാൾ ആത്മാവ് കയറി എന്നൊക്കെ പറയാം. അത് ആത്മാവ് കയറുന്നതല്ല, അവിടെ പരിചയമുള്ള ഒരു ജിന്ന് ഇവിടെ പണിയെടുക്കുന്നതാണ് പിന്നെ തലമുറയിൽ. കാരണം അത്രയും ആയുസ്സുള്ളതുകൊണ്ടാണ്. അത് നമുക്ക് അത്തരം വിഷയങ്ങൾ പറയും വിശദീകരിക്കാം.